സഹാബികൾ ദുനിയാവിനെ നിസ്സാരമായി കണ്ടു. അള്ളാഹു ദുനിയാവ് മുഴുവൻ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ദുനിയാവിനെ നിസ്സാരമായിട്ട് കാണാൻ ദുനിയാവ് പോകുന്നല്ലോ കേട്ടോ പറയുന്നത്. വിടുന്നതിനനുസരിച്ച് ദുനിയാവ് ഇങ്ങോട്ട് വരിക ചെയ്യുക. നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കണം, പഠിക്കണം, നല്ല ജോലി ചെയ്യണം, ബാക്കി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കണം എന്നൊരു നിയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് ഒരു വിലയുമില്ലാതെ നമ്മളുടെ പുറകിൽ വരിക ചെയ്യാം. വീട്ടിൽ സമാധാനം ഉണ്ടാകും, അനുസരിക്കുന്ന മക്കളുണ്ടാകും, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകും. ദീൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് കേടാണ്. അള്ളാഹുമായുള്ള കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് കേടും അസ്വസ്ഥതയാണ്. സമയത്തിലുള്ള ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ താക്കീതാണ്, മനുഷ്യ നീ എനിക്ക് വേണ്ടി സമയം ഒഴിവാക്കിയെടുക്കണം. ഞാൻ നിൻ്റെ മനസ്സിനെ ധന്യത കൊണ്ട് നിറക്കും. നീ എനിക്ക് വേണ്ടി സമയം ഒഴിവാക്കിയെടുത്താൽ ഞാൻ നിൻ്റെ മനസ്സിനെ ധന്യത കൊണ്ട് നിറക്കും. നിൻ്റെ ആവശ്യങ്ങൾ ഞാൻ പൂർത്തിയാക്കി തരും. നീ എന്നെ മറന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ മനസ്സിനെ ദാരിദ്ര്യം കൊണ്ട് നടക്കും. ഒരു ഇല്ലായ്മ തോന്നാണ്, എന്തോ ഒരു കുറച്ചിൽ തോന്നാണ്, സംതൃപ്തി മനസ്സെന്ന് പോയി പോകും. നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിക്കുകയുമില്ല. കൈകളെ ജോലി ഭാരങ്ങൾ കൊണ്ട് നടക്കും, നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിക്കുകയുമില്ല. അപ്പം ദീൻ വന്നാൽ ദുനിയാവും ആഖിറവും കിട്ടും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ബന്ധം അള്ളാഹുമാക്കി തീർക്കാം. نعتويك لشكر صدقا وفاك بكر علماء دیوبند